യേശുവരും വേഗത്തിൽ ആശ്വാസമേ യേശുവരും വേഗത്തിൽ. കാപ്പിയൊക്കെ എടുത്തു വെച്ചു വന്നേട്ടെ. കാപ്പിയൊക്കെ പിന്നെ കുടിക്കാൻ നേരമായിപ്പോയി. എടുത്തു വെച്ച കാപ്പി കുടിച്ചിട്ട് പോണം. എടി ബസ് പോയി വരുമെന്ന്. ഈ ബസ് തെറ്റിയാൽ പിന്നെ ഇന്ന് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല. 2 ദിവസം കൂടി. ഇന്നല്ലേ ഇങ്ങോട്ട് വന്നുള്ളൂ. ഒരു ബസ് അങ്ങ് തെറ്റട്ടെ. നീയാണോ തീരുമാനിക്കുന്നത്? എടി ഇത് നാട്ടുകാരുടെ കാര്യമാ. ഇന്ന് തന്നെ എഞ്ചിൻ ഇറക്കേണ്ട 6 മാസത്തിലെങ്കിൽ റോഡിന്റെ പണി നാളെ നടത്താനൊക്കില്ല. നാട്ടുകാർക്ക് ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ വരും. നമ്മൾ അതിനൊക്കെ പോയാലോ? പോയാലെന്താ? ഇവിടെ ഏതാണ്ട് പുറകെ കിടക്കുന്നു. അതല്ല, രാജന്റെ കൂട്ടുകാരനൊരുത്തൻ അവധിക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങോട്ട് അവന്റെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുത്തയച്ചോ? അല്ലെങ്കിൽ അവൻ വിചാരിക്കും അവന്റെ പെറ്റമ്മ ഇല്ലാഞ്ഞിട്ടാണ്. ഇപ്പൊ ഞാൻ എന്ത് വേണം? ഞാൻ ഇവിടെ നിന്ന് പലഹാരം ഉണ്ടാക്കി കൊടുക്കണോ? അങ്ങനെ ആരും പറഞ്ഞില്ല. പക്ഷെ സാധനങ്ങളൊക്കെ ആ രാമകൃഷ്ണന്റെ കടയിൽ നിന്ന് ആവശ്യമുള്ള സാധനം വാങ്ങിച്ചോ? അങ്ങോട്ട് കൊടുക്കും. കൊടുക്കാനുള്ളത് കൊടുക്കാതെ അവൻ സാധനങ്ങൾ തരത്തില്ല എന്ന് പറഞ്ഞയച്ചു. ആഹാ, അവൻ അത്ര വലിയവനായോ? ഞാൻ പറഞ്ഞെന്ന് പറയടി. 100-100 രൂപയ്ക്ക് പിടിപ്പുകാരൊന്നും വന്നു പോയിട്ടില്ല. ഏറെ നേടിച്ചാലേ മുക്കിനിട്ട് കച്ചവടം ചെയ്യില്ല എന്ന് പറഞ്ഞത്. അതിനിപ്പോ നിന്നെക്കൊണ്ട് തോറ്റു. എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ അരിയില്ല, പൊരിയില്ല, കുഞ്ഞിനും കരപ്പനാണ്. ഓ, അപ്പനത്തിന് കാപ്പി ഉണ്ടാക്കി കൊടുക്കാൻ ചക്കരയും കാപ്പിപ്പൊടിയും ഇല്ലാതെ ആയല്ലോ. കൊണ്ടോടി മോളെ. എന്റെ കർത്താവേ, എന്റെ അപ്പന് ഇത്തിരി വെള്ളം കൊടുക്കാൻ പാങ്ങില്ലാത്തവനാക്കിയല്ലോ നീ എന്നെ. എനിക്കിപ്പൊ കാപ്പി ഒന്നും വേണ്ടാടാ കുഞ്ഞെടുക്ക. പെണ്ണമ്മ എന്തിയടാ? ഓ, അവളുടെ ആങ്ങളുടെ വീട്ടിൽ പോയതാ. കൊയ്ത്ത് കാലമല്ലയോ, ഒരു ചുമട് നെല്ലോ കുറച്ച് നങ്കോ കിട്ടുമെന്ന് വിചാരിച്ചു പോയതാ. ചെലവിനൊന്നുമില്ലപ്പ. നീ പാടും ദുരിതവും ഒക്കെ പറയുന്നു, പക്ഷേ നിന്റെ ഈ രൂപ ഇരിപ്പുണ്ടെന്നാ കേൾവി. ഉണ്ടെങ്കിൽ എടുത്തോ. അപ്പൻ എടുത്തോ. എനിക്കെന്തിനാടാ? ബാംബെ പോയിരിക്കുന്ന നിന്റെ മോനെ ആരും അറിയാതെ വന്ന് രൂപ തന്നിച്ച് പോകുന്നു. എന്റെ കർത്താവേ, ഇവന്റെ എല്ലാം പൊട്ടിക്കത്ത പറച്ചില്ല. ഇനിയുള്ള കാലം ഇത് പറയിപ്പിക്കാതെ പോട്ടെ. ഞാൻ കേട്ടത് പറഞ്ഞു. ഉണ്ടെങ്കിലും നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിലും നിനക്ക് കൊള്ളാം. അപ്പൻ പീലിപ്പോച്ചന്റെ അടുത്ത് പോകുന്നുണ്ടോ? അവിടെ ഒന്ന് കേറണം. എങ്കിൽ ഞാനും പോരാ. അപ്പൻ അവനോട് പറഞ്ഞ് എനിക്കൊരു 2000 രൂപ വാങ്ങിത്തരണം. എന്തേലും ഒരു തൊഴിൽ നോക്കാനാ. നീ ചോദിച്ചു മേടിച്ചു. നിന്റെ അനിയനല്ലയോ? ഞാൻ ചോദിച്ച അവൻ തരത്തില്ല. പിന്നെ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഞാൻ ചോദിച്ചാലാ അവൻ തരുന്നേ? അപ്പൻ ചോദിച്ചാ തരും. എന്നെ അപ്പന് വിശ്വാസമില്ലെങ്കിൽ അത് പറ. എന്തോ ഇല്ലെന്നാ പറഞ്ഞേ? വിശ്വാസം. എങ്ങനെ കാണും? നീ വാങ്ങിച്ചാ നേരും നിറയ്ക്കും കൊടുക്കുമോ? ഇതാ ഞാൻ പറയുന്നത്. അപ്പനും ചക്കരയ്ക്ക് അകവും പുറവുമുണ്ട്. അല്ലെങ്കിൽ ഞാനും അപ്പന്റെ മോനല്ലേ. ഞാൻ ഒരുത്തൻ മാത്രം ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന അപ്പന് വിചാരമുണ്ടോ? വയ്യുമ്പാട്ട് ഞാൻ അങ്ങോട്ട് വരും അപ്പാ. ഞാൻ വരും. മോളെ റാഹേലേ. എന്താ പറ്റാ? തിന്നാനൊന്നും വേണ്ട മോളെ. നടുവത്തവളല്ലയോ? ആന്നപ്പച്ച, സോഫിമോള്. എവിടെ അപ്പനെന്തിയെ? രാവിലെ കാറും എടുത്തോണ്ട് പോയതാ. തിരുവനന്തപുരത്തേക്കാണെന്ന് തോന്നുന്നു. നിന്നോടൊന്നും പറഞ്ഞില്ലയോ? ഓ, ഈ വയസ്സ് തന്നെ നമ്മളോട് എന്നാ പറയാനാ? ഈ വയസ്സ് തന്നെ നമ്മളോട് എന്നാ പറയാനാ അപ്പച്ച? നിനക്ക് വയസ്സ് എന്നതുപോലെ അവനും വയസ്സ് എന്നില്ലോടി. പക്ഷെ ചെറുപ്പക്കാരനാണെന്നാ വിചാരം. നീ പടിയപ്പുറത്ത്. ഞാൻ അങ്ങോട്ട് വന്ന് ചില കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. എന്റെ മനസ്സിന് ഒരു സമാധാനവുമില്ല. സമാധാനം തരേണ്ടത് യഹോവ. മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കേ. എനിക്ക് ഈ മാളികയും കാറും ഒന്നും വേണ്ട. മനസ്സമാധാനം മാത്രം മതി. ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ ചത്ത കളയാൻ തോന്നുന്നു. പിന്നെ ലോകത്തെയും ദൈവത്തെയും ഭയന്നങ്ങ് ജീവിക്കുക. ജീവിക്കണം. യഹോവ തന്ന ജീവൻ ചോദിക്കുമ്പോഴേ തിരിച്ചു കൊടുക്കാൻ ഒക്കൂ. പിള്ളേരെ ആരെങ്കിലും അയക്കണോ? വേണ്ട. പീലിപ്പോച്ചും വരുമ്പോ വീട് വരെ ഒന്ന് വരാൻ പറയണേ.
പ്രായം ചെന്ന മനുഷ്യൻ ഇങ്ങനെ നടക്കുന്നത് കൊള്ളാമോ? അത് പറഞ്ഞതിന് എന്നെ തല്ലാൻ വന്നു. എന്താ വൈദ്യരെ നോക്കിയിട്ട്? വാദപിത്ത കഫങ്ങൾ ഒന്നുപോലെ ശോഭിച്ചിരിക്കയാ. വാർദ്ധക്യം, കഷായം തന്നെ കുടിക്കണം. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. എന്നാ ഞാനൊന്ന് ഇറങ്ങാം. ഇതിപ്പോ ചായ വരുന്നല്ലോ. അപ്പാ നീ എവിടെ ഇരുന്നടാ? വയ്യാതിരുന്നപ്പം അപ്പൻ എന്തിനാ ഇറങ്ങി നടന്നത്? ഇനി അപ്പനെ ഒന്നും ഇറങ്ങി നടത്തരുത്. എന്താ വേണ്ടെന്ന് വെച്ചാൽ എല്ലാരും കൂടെ അന്വേഷിക്കണം. അത് പറയാനാ കീ ഒറിച്ചാ എല്ലാരെയും വിളിപ്പിച്ചത്. എല്ലാവരും കൂടെ എന്തിനാ? ഞാൻ തന്നെ അന്വേഷിച്ചോളാം. എത്ര നാള് കണ്ട് പറയുന്നു അവിടെ വന്ന് താമസിക്കാൻ. കേൾക്കത്തില്ല. വയസ്സാകും തോറും പിള്ളേരുടെ കൂട്ടാ. ഈ വയസ്സുകാലത്ത് ഇനി അപ്പനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ഒക്കുക? അങ്ങനെ ആരും പറഞ്ഞത് കേട്ട് ജീവിച്ചിട്ടുള്ള അപ്പനല്ലെന്ന് അറിയാമല്ലോ. എടാ, അതാവുന്ന കാലത്ത് വയ്യാതെ വന്നാലോ? അതൊക്കെ കള. എല്ലാരും കൂടെ അന്വേഷിക്കണമെന്ന് മാത്തുക്കുട്ടി പറയും. ആട്ടെ, എന്തുവാ നിന്റെ മൂപ്പൻ? പറ. ഈ കാര്യത്തിൽ മൂപ്പൊന്നുമില്ല. മൂപ്പൻ അപ്പം കൂടുതലൊന്നും തന്നിട്ടുമില്ല. തന്നെയല്ല, ഓഹരി വെച്ചപ്പോ ഇളയത്തുങ്ങളെ അപ്പം കരുതിയത്. നീയൊക്കെ കഞ്ഞി കുടിക്കുന്ന നിലം കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി കണ്ടവന്റെ തല്ലുകൊണ്ട് എല്ലാം ഒടിഞ്ഞതേ ഉള്ളൂ എനിക്ക് മിച്ചം. പറയുമ്പോ എല്ലാം പറയാമല്ലോ. ജീവറിച്ചാനെ പോലെ തല്ലുകൊണ്ടവനാ ഞാനും. മൂത്തയേട്ടൻ കുഞ്ഞോമാക്കാൻ തല്ലുകൊണ്ട് ചത്തില്ലേ? പിന്നെ ഇളയ മക്കൾക്ക് പാത്ത് വെച്ചിരുന്ന് കൊടുത്ത് എന്തുവാ? ഞാൻ ഇന്നും മോലപ്പുരയിലാ കിടക്കുന്നത്. ഞാൻ ചേട്ടനാണെന്ന് പറയാൻ തന്നെ പീലിപ്പോച്ചന് കാണോ? എറിഞ്ഞവനെ കടിക്കാതെ ഏറെ കടിക്കുന്നത് എന്തിനാ? നിങ്ങൾ അപ്പനും ചേട്ടന്മാരും ആരും തന്നതല്ല, എനിക്ക് ദൈവം തന്നതാ. കണ്ണുകടിയാണേ പറ. എല്ലാം വിറ്റുപെറുക്കി വല്ല കാസർഗോട്ടേക്ക് എങ്ങനെ പോയിക്കൊള്ളാം. അയ്യോടാ, നീ എന്തിനാ പോകുന്നത്? നീയും നിന്റെ അനിയനും എല്ലാം പ്രമാണിമാർ, നാട്ടിക്ക് മന്നന്മാർ. നിങ്ങളെ നാണം കെടുത്താത്ത ഞാൻ വേണമെങ്കിൽ പോയിക്കൊള്ളാം. എന്റെ കാര്യവും കള. എന്റെ ചെറുക്കൻ മാസം തോറും 100 രൂപ അലാട്ട്മെന്റ് അയക്കുന്നതുകൊണ്ടാണ് ഞാൻ കഴിയുന്നത്. അല്ലാതെ നിന്റെ പഞ്ഞം പറച്ചിലൊന്നും നിർത്തടാ. കാര്യം എന്താണെന്ന് വെച്ചാൽ പറ മാത്തുക്കുട്ടി. അതെ, എനിക്ക് നമ്മുടെ ദുരിശമുണ്ട്. അപ്പന്റെ ചെലവിനുള്ള വക എല്ലാവരുമായിട്ട് തരണം. അപ്പന് കറുപ്പ് തിന്നണം, കുടുക്കാനും തേക്കാനും കഞ്ഞി കുടിക്കാനും വേണം. അല്ല, ഇതൊക്കെ ഭാഗവത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാ. അതിനെന്തോ വേണമെന്ന് നിന്റെ അഭിപ്രായം? ഏറെ ഒന്നും വേണ്ട. വീടൊന്നിക്ക് 50 രൂപ. 50 രൂപ? അപ്പോ 54 200. കൊള്ളാവടാ നിന്റെ കണക്ക്. അതിന്റെ കൂടെ നിന്റെ ചെലവും നടക്കുമല്ലോ. കൊള്ളരായി പറയരുത്. നിങ്ങൾ ആരും ഒന്നും അന്വേഷിക്കണ്ട. എന്റെ അപ്പന്റെ കാര്യം ഞാൻ അന്വേഷിച്ചോളാം. പക്ഷെ അപ്പന്റെ ശാപം 7 തലമുറ നിൽക്കും. കേട്ടോ, അവന്റെ അപ്പൻ, മറ്റാരുടെ അപ്പനല്ല. രൂപയുണ്ട്. ഇത് തീരുമ്പം പറഞ്ഞയക്കും. എന്താ ആവശ്യമെന്ന് വെച്ചാ കൊടുത്തയക്കാം. മാറുന്നതും മണക്കുന്നതും അറിയാത്ത ആളുകൾ വയ്യാതായി കിടക്കുന്ന അപ്പന്റെ കട്ടിലിന്റെ ചുവട്ടിലിരുന്നുകൊണ്ട് ഈച്ചാടി കണക്ക് പറയുക. നീ ഇതങ്ങ് നേരത്തെ ചെയ്താൽ മതിയായിരുന്നല്ലോ. പിന്നെ ആരും ഒരു കൈക്കണക്ക് പറയത്തില്ലായിരുന്നു. അവന്റെ പേഴ്സ് നിറച്ച് രൂപയാ. ഒരു ഗതിയും പരഗതിയില്ലാത്ത കൂടപ്പുറത്ത് എന്തെങ്കിലും കൊടുത്ത് സഹായിക്കുമോ? അതില്ല.